ഹായ് ഡിയർ ഫ്രണ്ട്സ്, കണ്ണൂരോളം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. കണ്ണൂർ നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ അകലെ ധർമ്മശാലക്കടുത്ത് മാങ്ങാട്ടുപറമ്പ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മാങ്ങാട്ടുപറമ്പ് ശ്രീ നീലിയാർ കോട്ടം. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. 20 ഏക്കർ വിസ്തീർണമുള്ള കൊടും കാടാണ് നീലിയാർ കോട്ടം. വൻമരങ്ങളും ചെറുവൃക്ഷങ്ങളും കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കാട്. അവിടെയാണ് നീലിയാർ കോട്ടം. ഈ കാവിൽ ഭക്തവത്സലയായ കോട്ടത്തമ്മ ശ്രീ നീലിയാർ ഭഗവതി വസിക്കുന്നു. ഐതിഹ്യമായി പറയപ്പെടുന്ന കഥ ഇങ്ങനെയാണ്. കണ്ണൂരിലെ കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിൽ നാട്ടുരാജാവിനാൽ അപമൃത്യുക്കിരയാക്കപ്പെട്ട സുന്ദരിയും ബുദ്ധിമതിയും തർക്കശാസ്ത്ര വിദഗ്ധയുമായ ഒരു സ്ത്രീ. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആ സ്ത്രീയാണ് മരണശേഷം നീലിയാർ ഭഗവതിയായി പ്രത്യക്ഷപ്പെട്ടത്. പ്രകൃതിയെയും അക്ഷരങ്ങളെയും സ്നേഹിച്ച ഒരു സുന്ദരി പെണ്ണായിരുന്നു നീലി. മലഞ്ചെരുവിലൂടെ അവൾ പുരാണ കഥകളൊക്കെ പാടി നടന്നു. എന്നാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടി വേദങ്ങളും ശാസ്ത്രങ്ങളും പൗരാണിക കഥകളുമൊക്കെ പഠിക്കുന്നത് നാടുവാഴികൾക്കും അവരുടെ കിങ്കരന്മാർക്കും തീരെ ദഹിച്ചില്ല. അവർ നീലിക്കെതിരെ അപവാദ കഥകൾ മെനഞ്ഞു. കൊട്ടിയൂരിലെ മണത്തണയിൽ തന്നെ നാടുവാഴിയുടെ കിങ്കരന്മാർ അവളെ വകവരുത്തി. നീലി മരണപ്പെട്ട് കുറച്ചു നാളുകൾക്ക് ശേഷം രാത്രികാലങ്ങളിൽ വനാന്തരങ്ങളിൽ ഒരു പെണ്ണിൻ്റെ പാട്ട് കേൾക്കുന്നത് പതിവായി. രാത്രിയിൽ പലരും ആ പെണ്ണിനെ കണ്ടു പേടിച്ചു. കൊട്ടിയൂരിലെ അരുവിക്കരയിലും പാലമരച്ചോട്ടിലും പലരും അവളെ കാണാനിടയായി. നീലി ഒരു യക്ഷിയായി കുളത്തിൽ കുളിക്കാനെത്തുന്നവരുടെ മുന്നിൽ സുന്ദരിയായി പ്രത്യക്ഷപ്പെട്ട് അവർക്ക് താളിയും എണ്ണയും നൽകുകയും അവർ അത് വാങ്ങിയതിനു ശേഷം അവരുടെ കഴുത്തിന് ചോര കുടിച്ച് അവരെ കൊലപ്പെടുത്തുകയും ചെയ്യാൻ തുടങ്ങി. മന്ത്രവാദികൾക്കൊന്നും തളക്കാനാവാതെ അവൾ കൊട്ടിയൂർ നാട് വിറപ്പിച്ചു അത്രേ. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ കാളികാട്ട് തന്ത്രി തിരിച്ചു പോരുന്ന വഴിക്ക് ഈ കുളത്തിൽ കുളിക്കാനായി എത്തുകയും അവർക്കും നീലി കുളിക്കാനായി എണ്ണയും താളിയും നൽകുകയും ചെയ്യുന്നു. തൻ്റെ അമ്മ തന്ന അമൃതാണ് ഇത് എന്ന് പറഞ്ഞ് തന്ത്രി ആ താളിയും എണ്ണയും വാങ്ങി കുടിക്കുകയും ചെയ്തു. മന്ത്രതന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ എണ്ണയും താളിയും കുടിക്കുന്ന മഹാപണ്ഡിതനായ കാളികാട്ട് തന്ത്രിയുടെ നാവിൽ നിന്ന് വന്ന ആ അമ്മ എന്ന വാക്കിൽ നീലി അമ്മയായി മാറുകയായിരുന്നു. നീലി അവരെ കൊന്നില്ല. അങ്ങനെ നാട് വിറപ്പിച്ചു നടന്ന നീലി നീലിയാർ അമ്മയായി, നീലിയാർ ഭഗവതിയായി. അങ്ങനെ നീലി കാളികാട്ട് തന്ത്രിയോടുകൂടെ പടിഞ്ഞാറോട്ടേക്ക് യാത്രയായി. അവർ വളവട്ടണ പുഴയും കടന്ന് മാങ്ങാട്ടുപറമ്പെത്തി. അവിടെ വളരെ വിസ്തൃതമേറിയ ഒരു കാട്, കാട്ടുവള്ളികൾ ഇഴപിരിഞ്ഞാടുന്ന വള്ളിക്കെട്ടുകൾ, വലിയ വൻമരങ്ങൾ തണലേകുന്ന, കാട്ടിലെ നരിയും നാട്ടിലെ പശുവും ഒന്നിച്ചു മേയുന്ന ആ കാട്ടിൽ കുടിയിരിക്കാൻ മോഹമുണ്ടെന്ന് നീലി തന്ത്രിയോട് അറിയിച്ചു. നീലിയാർ ഭഗവതി ആവശ്യപ്പെട്ട പ്രകാരം കാളികാട്ട് തന്ത്രി ഭഗവതിയെ ആ വനത്തിൽ പ്രതിഷ്ഠിച്ചു. അതാണ് മാങ്ങാട്ടുപറമ്പ് ശ്രീ നീലിയാർ കോട്ടം. ഒറ്റത്തിറ, പച്ചക്കാട്ടിലമ്മ എന്നിങ്ങനെ പല പേരുകളിൽ ഭക്തർ ഭഗവതിയെ വിളിച്ചു പോരുന്നു. വർഷത്തിൽ എല്ലാ മാസവും സംക്രമത്തിന് ഭഗവതിയുടെ തെയ്യം കെട്ടിയാടിക്കാറുണ്ട്. വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടുന്നത്. ഒറ്റച്ചെണ്ടയും കുറച്ച് വാദ്യങ്ങളും മാത്രമാണ് ഈ ഒരു തെയ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഭക്തന്മാരുടെ നേർച്ച പ്രകാരവും ഇവിടെ ഭഗവതിയെ കെട്ടിയാടിക്കാറുണ്ട്. ആരാധനാ സ്ഥലത്തിന് മേൽക്കൂരയില്ല. സാധാരണയായി മറ്റു കാവുകളിൽ തെയ്യം വർഷത്തിലൊരിക്കൽ നടത്തി വരുമ്പോൾ ഇവിടെ എല്ലാ മാസത്തിലും ഭഗവതിയെ കെട്ടിയാടിക്കുന്നു. മാത്രമല്ല, ഭക്തന്മാരുടെ പ്രാർത്ഥന പ്രകാരം നേർച്ച പ്രകാരവും എല്ലാ സമയത്തും കെട്ടിയാടിക്കാറുണ്ട്. ചുവന്ന വസ്ത്രങ്ങളും 20 അടി ഉയരമുള്ള മുള കൊണ്ടുള്ള മുടിയും കാൽച്ചിലമ്പ് ഉൾപ്പെടെയുള്ള തെയ്യത്തിൻ്റെ പരമ്പരാഗത ആഭരണങ്ങളുമാണ് നീലിയാർ ഭഗവതിയുടെ വേഷം. കുലാല സമുദായത്തിൽപ്പെട്ട ചെറിയ വീട് കുടുംബക്കാരാണ് ഇപ്പോൾ കാവിൻ്റെ മേൽനോട്ടം നടത്തി വരുന്നത്. മരങ്ങളും ചെടികളും
കിളികളും ഒട്ടനേകം ജീവജാലങ്ങളും തിങ്ങി നിറഞ്ഞ ഈ പച്ചിലക്കാടിൻ്റെ അമ്മയായ ദേവിയെ പച്ചക്കാട്ടിലമ്മ എന്ന് വിളിക്കുന്നതിൽ അതിശയമില്ല. ഈ കാടിൻ്റെ വിശുദ്ധിയും ഭംഗിയും ഒട്ടും തന്നെ ചോരാതെ ഇന്നും നിലനിൽക്കാൻ കാരണവും ഈ ഐതിഹ്യം തന്നെ ആയിരിക്കാം. ഈ പടവുകൾ ഇറങ്ങി താഴോട്ട് വന്നാൽ അവിടെ നരിമടയുണ്ട്. ചെറിയ ഒരു കുന്നിൻ പുറത്താണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. മരക്കാശാവാണ് ഇവിടുത്തെ പ്രധാന മരം. കൂടാതെ നാട്ടിലിപ്പ, കരോട്ടി, കാരമാവ് എന്നീ മരങ്ങളുമുണ്ട്. കുറേയധികം ഔഷധ ചെടികൾ ഈ കാട്ടിലുണ്ട്. ഈ കാട്ടിൽ 3 കിണറുകളുണ്ട്. മനുഷ്യർ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേലെ ഭാഗത്ത് കുറുങ്കനി എന്ന കുറ്റിച്ചെടികളുമുണ്ട്. ഇതാണ് ആ പടവുകൾ ഇറങ്ങി വന്നിട്ട് നമ്മൾ കാണുന്ന ഇതാണ് നരിമട. ഇതിൻ്റെ നേർദിശയിലാണ് ആ കുന്നിൻ്റെ മുകളിൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഭക്തിയും ഭയവും തോന്നുന്ന ഒരു ശാന്തത ഇവിടെ ആകമാനം തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഓലിലത്താമര, കൽത്താമര എന്നീ ഔഷധ ചെടികളും മരവാഴ, സീതമുടി എന്നീ ഓർക്കിഡുകളും ഈ കാവിലുണ്ട്. മഴക്കാലത്ത് കാവിനുള്ളിൽ നിന്നും ഒരു അരുവി ഉത്ഭവിക്കാറുണ്ട്. കല്ലാൽ എന്ന ആൽമരവും ഈ കാവിലുണ്ട്. ഇതിൻ്റെ കായ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ്. സന്ധ്യയോടടുപ്പിച്ച് 6 മണിക്കാണ് ഈ തെയ്യം പുറപ്പെടുന്നത്. ഒരുപാട് ദിക്കുകളിൽ നിന്ന് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഭഗവതിയെ ഒന്ന് കാണാനായിട്ട്. സന്താന ഭാഗ്യത്തിനും വിവാഹം നടക്കുവാനും ഭവനമുണ്ടാക്കുവാനുമൊക്കെയായി നേർച്ച വെച്ച ഒരുപാട് ഭക്തന്മാർ കാര്യസാധ്യത്തിനു ശേഷം അവിടെ ഭഗവതിയെ കെട്ടിയാടിക്കാറുണ്ട്. സാധാരണ തെയ്യങ്ങൾ പുറപ്പെടുമ്പോൾ ഒന്നിലധികം ചെണ്ടകൾ വാദ്യമായി മുട്ടാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരൊറ്റ ചെണ്ട മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഭഗവതിയുടെ മുടി വെക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു മുടിക്ക് 20 അടി ഉയരമുണ്ട്. മുളയിൽ കെട്ടിയുണ്ടാക്കിയതാണ് ഈ മുടി. ഇപ്പോൾ ഭഗവതി പുറപ്പെടാനുള്ള സമയമായി. കുറേയധികം ആൾക്കാർ ക്യാമറയുമായിട്ടും ഭഗവതിയുടെ രൂപം ഒന്ന് പകർത്താൻ വേണ്ടിയും ദൂരദേശങ്ങളിൽ നിന്നും ഒന്ന് കാണാൻ വേണ്ടിയും എത്തിയ ആൾക്കാരുടെ ഒരു തിരക്ക് തന്നെയായിരുന്നു ഭഗവതി ഇറങ്ങുന്ന സമയത്ത്. നടന്നോട്ടാ
എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കണ്ണൂരിലെ മറ്റൊരു കൗതുക കാഴ്ചയുമായി നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.